ഹലോ നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അലീനയാണ് ബാലചന്ദ്രനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നറിഞ്ഞപ്പോൾ വൈജയന്തി വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ഒരു അംഗം, ഈ വീട്ടിലെ മുതലാളിയുടെ മകൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ആരെങ്കിലും ഈ കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അത് ഈ വീട്ടിലെ മുതലാളിയെ വിളിച്ച് അറിയിക്കാൻ അവൾ ആരാണ്? അത് അറിയിക്കേണ്ട ആവശ്യം ഈ വീട്ടിലെ വേലക്കാരിക്ക് എന്താണ്? ഇനി അവളുടെ മുന്നിൽ എല്ലാവരും തൊഴു കൈയോടെ നിൽക്കേണ്ടി വരുമോ? പാസ് എടുക്കേണ്ടി വരുമോ ഈ വീട്ടിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിച്ച് വളരെയധികം രോഷമായി സംസാരിക്കുക കേട്ടോ. അലീനയാണ് ബാലചന്ദ്രനെ വിളിച്ചത് എന്ന് കേട്ടപ്പോൾ, ബാലചന്ദ്രൻ അവൾ വിളിച്ചെന്നോ, എന്തിനാ വിളിച്ചത്, എങ്ങനെയാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എങ്ങനെ നമ്പർ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത്, ഇവിടെ കലണ്ടർ ഉണ്ടല്ലോ, അതുപോലെ കാർഡ് ഉണ്ടല്ലോ ഷോപ്പിൻ്റെ, അതിൽ നിന്നൊക്കെ നമ്പർ എടുത്തതായിരിക്കും എന്ന് പറയണേ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അലീന ബാലചന്ദ്രനെ വിളിച്ചു എന്ന് പറഞ്ഞൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവൾ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമല്ലേ, അവൾക്ക് അതാ സ്ഥാനത്ത് നിന്നാൽ പോരെ, അവൾ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത്? രോഹിത് അവൻ്റെ കൂട്ടുകാരിയും കൊണ്ട് വീട്ടിൽ വന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരാണ് ബാല, എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് ബാലചന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബാലചന്ദ്രൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇങ്ങനെയൊന്നുമല്ല മക്കളോട് സംസാരിക്കേണ്ടത്. അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റില്ല, ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് കൊണ്ടുവന്നൂടെ, അപ്പോൾ എല്ലാവർക്കും കാണാലോ പരിചയപ്പെടാലോ, അങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ വൈജ പറയുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് ആരെയും കൊണ്ടുവരാം, ഒരു പ്രശ്നമില്ല എന്നാണല്ലേ? അപ്പോൾ നാളെ മുതൽ രോഹിത് ഓരോ ദിവസം ഓരോ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് റൂമിൽ കയറി കഥ കടച്ചിരുന്നാൽ യാതൊരു കുഴപ്പമില്ല അല്ലേ? എന്നാൽ വേണ്ട, നമ്മുടെ മോളായിക്കോട്ടെ, മോൾ ഇതേപോലെ ഒരുപാട് കാമുകന്മാരെയും കൂട്ടിയിട്ട് അവളുടെ ബോയ് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളും റൂമിൽ കയറി കഥ കടിച്ചിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല അല്ലേ? വൈജയ്ക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ നാളെ മുതൽ എൻ്റെ കുറച്ച് ലേഡി ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാം, ചുമ്മാ തമാശയ്ക്ക് സംസാരിച്ചിരിക്കാനായിട്ട്, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ സംസാരിക്കുന്നത് അവളോട് നിനക്കുള്ള ദേഷ്യം കൊണ്ടാണ്, നിനക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്താ സംശയം? എനിക്ക് അവളെ ഇഷ്ടമല്ല, ഞങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, അമ്മയുടെ അസുഖം ഒന്ന് മാറിക്കോട്ടെ, കാലൊന്ന് ശരിയായിക്കോട്ടെ, അവളെ ഇവിടെ നിന്ന് ഞാൻ കഴക്കൂട്ടത്തേക്ക് ഓടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ വൈജയന്തി പോയതും നോക്കി നിൽക്കുകയാണല്ലോ ബാലചന്ദ്രൻ. അങ്ങനെ ആ വൈജയന്തി നേരെ പോണത് കിച്ചണിലേക്കാട്ടോ. അപ്പോൾ അവിടെ അലീന ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചെല്ലുകയാണ് അലീനയുടെ അടുത്തേക്ക്. അപ്പോൾ അലീന അങ്ങനെ കാണുന്നുണ്ട് വൈജയന്തി വന്നപ്പോൾ. എന്താ മാഡം, എന്താ പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രന് ഫുഡ് എടുത്ത് വെക്കാൻ പറയുകയാണ്. അപ്പോൾ സാറ് വന്നോ എന്ന് ചോദിക്കുകയാണ്. വന്നതുകൊണ്ടല്ലേ നിന്നോട് ഫുഡ് എടുക്കാൻ പറഞ്ഞത്, പെട്ടെന്ന് ഫുഡ് എടുത്ത് വെക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന ഫുഡൊക്കെ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ വൈജയന്തി വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ എന്തിനാണ് ബാലചന്ദ്രനെ വിളിച്ച് വരുത്തിയെന്ന് ചോദിക്കുകയാണ്. ഫോൺ ചെയ്ത് നിനക്ക് എവിടുന്ന് നമ്പർ കിട്ടിയെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നമ്പർ കലണ്ടറിൽ ഉണ്ടാവുമെന്ന് മുത്തശ്ശി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നീ എന്തിനാണ് ബാലചന്ദ്രനെ വിളിക്കാൻ പോയത്? ബാലചന്ദ്രനെ വിളിക്കേണ്ട ആവശ്യം എന്താ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ രോഹിത് ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് വന്നിട്ട് റൂമിൽ കയറി കഥ കടിച്ചിരിക്കുകയായിരുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാതെ തോന്നി എന്ന് പറയണേ. അതിനിപ്പോൾ എന്താ, നിനക്കെന്തിനാ അതിനെ വല്ലാതെ തോന്നുന്നത്? അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് വീടൊന്ന് കാണിക്കാനായിട്ട് വന്നു, അവർ റൂമിൽ കയറി കഥ കടിച്ചിരുന്ന് സംസാരിക്കണതിന് നിനക്ക് എന്നാ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അത് മാഡം, അത് അത്ര ശരിയല്ലല്ലോ, ഈ പ്രായം അത്ര നല്ല പ്രായമല്ലല്ലോ, കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള സാധ്യതയൊക്കെ അല്ലേ, അവർ കഥ കടിച്ചിരുന്നിട്ട് എന്താ അവിടെ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതൊക്കെ നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? നീ വെറും വേലക്കാരിയല്ലേ, നീ ഇവിടുത്തെ ജോലികൾ നോക്കിയാൽ പോരെ, അമ്മയുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. ഈ വീട്ടിലെ ഓരോ അംഗങ്ങളും ആരെ കൂടെ കാണുന്നു, ആരെ കൊണ്ടുവരുന്നു, ആരുടെ കൂടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യം നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ അലീന പറയുന്നത്, അല്ല മാഡം, അവൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്തോ പന്തികേട് തോന്നി, അപ്പോൾ എനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല, അതാകെ തെറ്റാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ മുത്തശ്ശിയോടും പറഞ്ഞപ്പോൾ മുത്തശ്ശി എന്നോട് പറഞ്ഞു ബാലനെ വിളിച്ച് പറയാൻ, സാറിനെ വിളിച്ച് പറയാൻ പറഞ്ഞു എന്ന് പറയണേ. അതിൻ്റെ ആവശ്യം എന്താണ്? നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അതൊന്നും ഇവിടുത്തെ കാര്യമില്ലല്ലോ. നീ ഇവിടുത്തെ ആരാണ്? നീ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമല്ലേ, നീ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇപ്പം എന്താ ഉണ്ടായത്? അവൻ്റെ ഒരു കൂട്ടുകാരിയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് ആ കുട്ടിയെ നാണം കെടുത്തി പറഞ്ഞയച്ചു, ആ കുട്ടിയുടെ മുന്നിൽ അവനെ നാണം കെടുത്തി തല്ലി ബാലചന്ദ്രൻ. അതും പോരാഞ്ഞിട്ട് ഇവിടെ ഇത്രയും പ്രശ്നം, അച്ഛനും മകനും തെറ്റിപ്പിരിഞ്ഞു, ഇതാണോ നീ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല മാഡം, സാർ അങ്ങനെയല്ലായിരുന്നു
പെരുമാറേണ്ടത്. അത് ഞാൻ സാറിനോട് പറഞ്ഞു. ഓ, സാറിനെ നീ ഉപദേശിക്കാൻ വളർന്നോ? അങ്ങനെയല്ല, ഞാൻ ഉപദേശിച്ചതല്ല, ഞാൻ സാറിനോട് ജസ്റ്റ് സൂചിപ്പിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സാറ് ചെയ്തതും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ, ഇനി നിൻ്റെ ഇഷ്ടത്തിന് വേണോ ഇവിടെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പം മാഡം എന്താ പറഞ്ഞു വരുന്നത്? രോഹിത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നാണോ മാഡം പറയുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. അവൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? അവൻ അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്കല്ലേ വന്നേക്കുന്നത്? അത് ചോദിക്കാൻ ആ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ജോലിക്കാരിക്ക് എന്ത് അധികാരവും അവകാശമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് വൈജയന്തി ട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നല്ല അമ്മ ഇങ്ങനെ തന്നെ വേണം മക്കളെ വളർത്താൻ എന്ന് പറയണത്. എന്താടി മക്കളെ വളർത്തുന്നതിലൊരു കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? ആൺകുട്ടികളാണ്, അവർ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുന്നത് കണ്ടാൽ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തെറ്റ് തിരുത്തി കൊടുത്ത് നേരായ വഴിയിലേക്ക് കൊണ്ടുവരില്ലേ വേണ്ടത്? ഇതിനൊക്കെ അനുവദിച്ച് കൊടുക്കുകയാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നാളെ അവർ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയണം. അതൊക്കെ കേട്ടിട്ട് വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അലീന പറയുന്നുണ്ട്, എൻ്റെ സ്ഥാനത്ത് മാഡമായിരുന്നെങ്കിലും അനുവദിച്ച് കൊടുക്കുമായിരുന്നു. അവൻ വീട്ടിലേക്ക് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് മാഡം അനുവദിച്ച് കൊടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ അനുവദിച്ച് കൊടുക്കൂല എന്നുള്ളതല്ല, നീ എന്തിനാണ് അതിലൊക്കെ കയറി ഇടപെടാൻ പോയത്? നിൻ്റെ ആരാണ് അവൻ? നീ ഇവിടുത്തെ ആരാണ്? നിൻ്റെ ആരുമല്ലല്ലോ. നീ ഇവിടുത്തെ ജോലിക്കാരിയില്ലേ? ഇവിടുത്തെ മുതലാളിയുടെ മക്കൾ എന്തൊക്കെ കാണിച്ചാലും നിനക്കെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ നിൽക്കുന്ന വീട്ടിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ അത് എന്നെ കൂടി ബാധിക്കും. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടെന്ന് തന്നെ പറയാണ് അലീന. അത് നീ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ വീട്ടിലുള്ളവർ എൻ്റെ സ്വന്തക്കാരായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് രോഹിത്തിനെയും ബബിതയും കൃഷ്ണയും ഞാൻ കാണുന്നത്. അതുകൊണ്ട് അവർ തെറ്റായ രീതിയിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇടപെട്ടതാന്നൊക്കെ പറയുമ്പോൾ, നീ അങ്ങനെ വലിയ സ്വന്തക്കാരായിട്ട് കാണുന്നു വേണ്ട. സ്വന്തം ബന്ധമൊന്നും നീ അന്വേഷിക്കാൻ നടക്കണ്ട. നിനക്ക് സ്വന്തക്കാരായിട്ട് ആരും ഇല്ലല്ലോ, നീ അനാഥയല്ലേ. പിന്നെ ഇവിടെ കയറി കണ്ട് സ്വന്തം പറഞ്ഞ് ഇവിടെ നിൽക്കാമെന്ന് നീ വിചാരിക്കേണ്ട. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിന്നെ ഇവിടെ സ്ഥിരമാക്കുമെന്ന് നീ ചിന്തിക്കേണ്ട. അമ്മയുടെ അസുഖം ഒന്ന് മാറട്ടെ, ആ സമയത്ത് തന്നെ നിന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, പക്ഷേ ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റത്തുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടിട്ട് വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവളെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ബാലൻ ആ സമയത്ത് വിളിക്കുന്നുണ്ട്, ഫുഡ് എടുത്ത് വെച്ചില്ലേന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അങ്ങനെ അപ്പോൾ വൈജ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. വൈജയന്തി ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും നേരം അവളോട് ഇങ്ങനെ സംസാരിച്ചല്ലോ, അതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ച് വിജയിക്കാൻ വൈജയ്ക്ക് പറ്റിയില്ല. വൈജ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റായിട്ട് അലീന മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ വിളിച്ച സമയത്ത് വൈജ അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് ഫുഡ് എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ അലീന ബാലചന്ദ്രനുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടുപോയി വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് നാളെ ലീവ് വേണം എന്ന് പറയണേ. അപ്പം ബാലചന്ദ്രനും വൈജയും കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. നാളെ ലീവ് വേണോ? എന്തിന്? ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ എനിക്ക് 2 ദിവസത്തെ ലീവ് വേണമെന്നുള്ളത്. എനിക്ക് എൻ്റെ രേവതിക്കുട്ടിയെ കാണാനായിട്ട് പോകണം, അതുകൊണ്ട് എനിക്ക് നാളെ ലീവ് വേണമെന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, നീ ലീവ് എടുത്തു എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും? നാളെ ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അതൊന്നും പറ്റത്തില്ല. നീ എന്താ വലിയ അവകാശം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത്? നിനക്ക് ഞങ്ങൾ തരുന്ന ഔദാര്യമാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നീ ഔദാര്യം അവകാശമാക്കി മാറ്റണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവകാശം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ഔദാര്യമല്ല. ഔദാര്യം ഞാൻ അങ്ങോട്ടാണ് ചെയ്യുന്നത് എന്ന് പറയണം കേട്ടോ അലീന. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ഔദാര്യം നീ ഇങ്ങോട്ടാണ് ചെയ്യുന്നതോ? നീ എന്ത് ഔദാര്യമാണ് ഇങ്ങോട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ ജോലിയും ചെയ്ത് ഇവിടെ നിന്നുള്ള ഭക്ഷണം കഴിച്ച് നിൽക്കുന്നതാണോ നീ ഞങ്ങൾക്ക് ചെയ്യുന്ന ഔദാര്യം എന്ന് ചോദിക്കട്ടോ. ഞാൻ ചെയ്യുന്ന ഔദാര്യം എന്താണെന്ന് മാഡത്തിന് ഇപ്പം മനസ്സിലാവത്തില്ല. അത് മനസ്സിലാകുന്ന ഒരു ദിവസം വരും, അന്ന് മാഡത്തിന് മനസ്സിലാകും ഞാൻ എന്ത് ഔദാര്യമാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അലീന പറയണം. ഇത് കേട്ടിട്ട് വളരെ സംശയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനും അലീനയെ. കാരണം നേരത്തെയും അലീന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, വൈജയന്തിക്ക് വേദനിച്ചാലും നിനക്ക് വേദനിക്കുമെന്ന് ബാലചന്ദ്രൻ ചോദിച്ച സമയത്ത് മാഡം പാവമല്ലേ, മാഡത്തിൻ്റെ എന്തെങ്കിലും മനസ്സിലെ ടെൻഷൻ കൊണ്ടായിരിക്കാം ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഒരു സോഫ്റ്റ് കോർണർ രീതിയിൽ വൈജയെ പറ്റി സംസാരിച്ചതൊക്കെ
ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഒരു സംശയത്തോട് കൂടിയിട്ട് അലീനയെ നോക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അതിലൊരു തർക്കം വേണ്ട, അവൾക്ക് എന്തായാലും 2 ദിവസത്തെ ലീവ് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് മുത്തശ്ശൻ, അത് അച്ഛൻ സമ്മതിക്കുകയും ചെയ്ത് അവളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നാളെ ലീവ് എടുത്തോട്ടെ, നാളെ മറ്റന്നാളും ലീവ് എടുത്തോട്ടെ. അപ്പം മറ്റന്നാൾ നീ വൈകിട്ടാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തില്ലേന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ആ സാർ, ഞാൻ എത്തും, എനിക്ക് നാളെ രാവിലെ തന്നെ പോകണം, അതുകൊണ്ടാണ് 2 ദിവസത്തെ ലീവ് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് രേവതിക്കുട്ടിയുടെ അടുത്ത് അന്ന് അവിടെ നിൽക്കണം, എന്നിട്ട് പിറ്റേ ദിവസം പോയി ചിന്നുമോളെയും കണ്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കൊല്ലത്താണ് ചിന്നുമോളുള്ളത്, അപ്പോൾ അവിടെയും കൂടി പോയിട്ടേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയണം. അതുകൊണ്ടാണ് 2 ദിവസം എന്ന് പറയണം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അനുവദിച്ച് കൊടുത്ത് ഇവളിങ്ങനെ തലയിൽ കയറ്റി വെച്ചോ, ബാലചന്ദ്രനാണ് ഇവളെ ഇങ്ങനെ എല്ലാം അനുവദിച്ച് കൊടുത്ത് വഷളാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഞാനല്ല, നിൻ്റെ അച്ഛനാണ് ഇവളോട് അക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഗ്രിമെൻ്റ് ഒക്കെ ഒപ്പിട്ടത് മനുവാണ്. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ നമ്മൾ അനുവദിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ബാലചന്ദ്രനും പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിത് എല്ലാ പ്രാവശ്യമൊന്നും ഞാനിങ്ങനെ ചോദിക്കത്തില്ല, എല്ലാ മാസമൊന്നും എനിക്ക് ലീവ് വേണ്ട, 2 ദിവസത്തെ ലീവ് ഉണ്ടെങ്കിലും പക്ഷേ വേണ്ട, എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ എനിക്ക് രേവതിക്കുട്ടിയുടെ അടുത്ത് പോകണം, കാണണം, ചിന്നുമോളെ കാണാനൊക്കെ പോകണം, അതിനൊക്കെ ഉള്ളൊരു അനുവാദം മതി. എല്ലാ മാസവും എനിക്ക് 2 ദിവസത്തെ ലീവ് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ കുറേ നാളായില്ലേ ഞാൻ വന്നിട്ട്, 1 മാസം കഴിഞ്ഞില്ലേ, ഇപ്പോൾ ഇത്രയൊന്നും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് അവളെ കാണണമെന്ന് തന്നെ തോന്നുന്നത് എന്നൊക്കെ രേവതിക്കുട്ടി അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നീ എന്തായാലും 2 ദിവസത്തെ ലീവ് എടുത്തു, നീ പോയിട്ട് പോര് എന്ന് പറയണം. അങ്ങനെ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ അലീന ചേച്ചി വരാത്തതിലുള്ള, അലീന ചേച്ചിയെ കാണാത്തതിലുള്ള വിഷമമൊക്കെ ഉണ്ട്, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അലീന ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ആൻറ്റി, എന്താ ഇപ്പോൾ ചെയ്യുക? അലീന ചേച്ചിയെ കാണാനാണെങ്കിൽ എനിക്ക് ഭയങ്കര കൊതിയാവുന്നു, എനിക്ക് അലീന ചേച്ചിയെ കാണണം എന്നൊക്കെ പറയണം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നമുക്കൊന്നുകൂടെ വിളിച്ച് നോക്കാമെന്ന് പറയുമ്പോൾ വിളിക്കുമ്പോഴും വീണ്ടും കോള് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമാവുന്നുണ്ട്, നമുക്ക് നോക്കാം, 2 ദിവസം കഴിയട്ടെ, നിനക്ക് ഏതായാലും ഒരു പുതിയ ഫോൺ വാങ്ങിക്കാം, അപ്പോഴേക്കും അവളുടെ ഫോൺ ശരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രേസമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേപോലെ ജോമോൻ്റെ റൂമൊക്കെ വൃത്തിയാക്കിയത് കാരണം എല്ലാ ദിവസവും അവിടെ ജോമോൻ്റെ റൂമിൽ പോയിട്ട് മാമച്ചാനും ഗ്രേസമ്മ ഇങ്ങനെ അവിടെ പോയി പ്രാർത്ഥിക്കാറും അവിടെ കുറച്ച് നേരം ഇരിക്കാറും ജോമോനോട് എന്ന പോലെ സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. രേവതിക്കുട്ടിയും അവരുടെ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലാറുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അലീന അങ്ങനെ മുറ്റടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മുറ്റം തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ ഡോക്ടറുടെ പട്ടി ഉണ്ടല്ലോ, ആ പട്ടി വീണ്ടും അലീനയുടെ അടുത്തേക്ക് വരിക കേട്ടോ. എന്നിട്ട് അലീനയെ കണ്ടപ്പോൾ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് വാലാട്ടി കൊണ്ട് അവിടെ വന്നിരുന്നിട്ട് അലീനയോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ നിൽക്കുകയാണ്. അലീനയാണെങ്കിൽ അവനിങ്ങനെ കൊഞ്ചിക്കുകയാണ്, നീ ഇന്നും ഡോക്ടർ ശർമ്മയുടെ കണ്ണ് വെട്ടിച്ച് വന്നോടാ കള്ള, ഇനി ശർമ്മ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അവനാണെങ്കിൽ അലീന പറയുന്നതൊക്കെ കേട്ട് അവൻ അങ്ങനെ നോക്കി കണ്ണ് നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അലീന ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട്, ആ ശർമ്മ അന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞതാണ്, ഇന്നും ഇപ്പോൾ വരും എന്നെ വഴക്ക് പറയാനായിട്ട്, നീ എന്നെ വഴക്ക് കേൾപ്പിക്കാനായിട്ട് വരുന്നതല്ലേ എന്നൊക്കെ അലീന പട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ അതേ സമയത്ത് തന്നെ ശർമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. റിങ്കു ഇവിടെ വാ, നീ വീണ്ടും എൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് വന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. നീ എന്ത് കൊടുത്ത് മയക്കിയിട്ടാണ് എൻ്റെ ഈ ഡോഗിനെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്, അവൻ എന്തിനാ ഏത് സമയം നിന്നെ കാണാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് സാറ് ആ ഡോഗിനോട് തന്നെ ചോദിച്ചു നോക്ക്, ടിങ്കുവിനോട് തന്നെ ചോദിച്ചു നോക്ക്, എന്തിനാ എന്നെ കാണാൻ വരുന്നതെന്ന് ചോദിച്ചു നോക്കെന്ന് പറയണേ. അപ്പോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് അവന് മനസ്സിലാവത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത് അവന് മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് അവന് മനസ്സിലാവുന്നതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് പറയാണ് അലീന. നീ പറയുന്നത് അവന് മനസ്സിലാവുന്നു? ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകും, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകും എന്ന് പറയാണ് അലീന. അതേസമയം ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, പത്രം എടുക്കാനായിട്ട് വരികയാണ്. എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ ശർമ്മ പറയുന്നുണ്ട്, ഇവൾ എന്തൊക്കെയോ ഭക്ഷണം കൊടുത്ത് മയക്കി വെച്ചേക്കാണ് എൻ്റെ ഈ ഡോഗിനെ, അതുകൊണ്ടാണ് ഇവൻ ഏത് സമയം ഇങ്ങോട്ടേക്ക് ഓടി വരുന്നതെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സാറിന് ഡോക്ടർക്ക് പേടിയുണ്ടോ, ഇവർ 2 പേരും കൂടി നാളെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുമെന്നെങ്ങാനും പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് അലീനയ്ക്ക് ചിരി വരിക കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ശരിയാക്കി തരാം, ഏത് സമയം ഇവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇവൾ വിളിക്കുന്നതുകൊണ്ടാണ്, ഇവൾ എന്തൊക്കെയോ കൈവശം കൊടുത്തിട്ടാണ് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, എനിക്ക് ആകെയുള്ളൊരു കൂട്ടാണ് ഇവൻ അറിയാലോ, ഇവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ആരാ ഉള്ളത് എന്നൊക്കെ ബാലചന്ദ്രനോട് പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടികൾ, അതുപോലെ പട്ടികൾക്ക് ഇവളെ ഇഷ്ടമാണെന്നാണ് ഇവൾ പറയുന്നത്. ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നവരെ ഇവൾ പറയുന്നുണ്ട്. അതിൽ സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല, എന്നാലും ഇവളെ കാണുമ്പോൾ എല്ലാ പട്ടികളും ഓടി വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറയാട്ടോ.
അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഏത് പട്ടിയും വന്നോട്ടെ, എൻ്റെ പട്ടി എന്തിനാണ് ഇവളുടെ അടുത്തേക്ക് വരുന്നത്, ഇവൾ വിളിച്ചിട്ടല്ലേ വരുന്നത്, ഇനി വിളിക്കാതിരുന്നോടെ ചോദിക്കുമ്പോൾ അലീന കേട്ടല്ലോ, ഇനി ഡോക്ടറുടെ പട്ടിയെ നീ വിളിക്കരുത് ഇട്ടാന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയട്ടോ. അലീനയ്ക്ക് ചിരി വരികയാണ്. നിങ്ങൾ എന്നെ കളിയാക്കണോ എന്ന് ചോദിക്കുമ്പോൾ കളിയാക്കിയതല്ല സാർ, അവൾ വിളിച്ചിട്ടൊന്നും വന്നതല്ലല്ലോ, അവൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഞാൻ ശരിയാക്കി തരാം, ഇവളെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ ഡോഗിനെയും കൊണ്ട് ഡോക്ടർ അങ്ങോട്ട് പോവാട്ടോ. പോകുന്ന വഴി അലീന ആ ഡോഗിനെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, നമുക്ക് നാളെ കാണാം, പിന്നെ കാണാം എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുകയാണ്. അത് കണ്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അതിനെ വിളിച്ചു വരുത്തുന്നത് ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചു വരുത്തുന്നതൊന്നുമല്ല, അത് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നതാണ് എന്ന് പറയാണ്. പിന്നെ സാർ ഞാൻ ഇന്നാണ് പോകുന്നത്, ഇന്ന് ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയാണ്. ആ ശരി, നീ എപ്പോഴാണ് പോകണേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ അമ്മയുടെ കാര്യങ്ങളോ മുത്തശ്ശിയുടെ കാര്യങ്ങളോ ഇന്നത്തൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന് പിന്നെ മുത്തശ്ശി തനിച്ചാവുമല്ലോ വീട്ടിൽ എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ അവധിയല്ലേ സാർ, മാഡത്തിന് ജോലിക്കൊന്നും പോകണ്ടല്ലോ, അപ്പോൾ ഇന്ന് മാഡം വീട്ടിലുണ്ടാവുമല്ലോ, നാളെ ഞാനൊരു ഉച്ച കഴിയുമ്പോഴേക്ക് എത്താം, അപ്പോൾ നാളെ ഒരു ദിവസം പകൽ മുത്തശ്ശിയുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയണം. അത് നാളത്തെ കാര്യം എന്തെങ്കിലും ചെയ്യാം, നീ എന്തായാലും ഇന്ന് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, ഇന്ന് പൊക്കോ എന്ന് പറയാണ് ബാലചന്ദ്രൻ അലീനയോട്. പിന്നീട് അലീന മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരാട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാട്ടോ, അലീന പോകുന്നത്. കുഞ്ഞ് നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, എന്താ ഇപ്പം ചെയ്യുക, പക്ഷേ നിനക്ക് പോവാതിരിക്കാനും പറ്റില്ലല്ലോ, സാരമില്ല, ഞാൻ 2 ദിവസം എങ്ങനെയെങ്കിലും ചെയ്തോളാം, ഇന്നിപ്പോൾ വൈജ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ നാളത്തെ കാര്യം ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ഇവർ ചെയ്തോളും, മോളെ എപ്പോഴാണ് നാളെ വരികയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാളെ ഉച്ച കഴിയുമ്പോഴേക്ക് എത്താം മുത്തശ്ശി, കാരണം ഇന്ന് ഞാൻ നേരെ രേവതിക്കുട്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്, ഇന്ന് അവിടെ നിന്നിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ കൊല്ലത്തേക്കൊന്ന് പോകും ചിന്നുമോളെ കാണാൻ, അപ്പോൾ ചിന്നുമോളെ കൂടി കണ്ടിട്ടേ ഞാൻ വരുള്ളൂ, അത്രയും സമയം എനിക്ക് വേണം മുത്തശ്ശി, ഞാൻ കുറേ നാളായാലും അവരെ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ ശരി കുഴപ്പമൊന്നുമില്ല മോള് പൊക്കോ, ഇന്നിപ്പോൾ വൈജയുണ്ടല്ലോ, നാളെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞ് അലീന ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങുക കേട്ടോ. രുചിത്ത മമ്മിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, മമ്മി ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം മമ്മി അവളെ അങ്ങോട്ട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. മോള് ചെന്ന് രേവതിക്കുട്ടിയെ കാണണം, ചിന്നുമോളെയും കാണണം, ചിന്നുമോളെ കണ്ടിട്ട് മടങ്ങി പോരുമ്പോൾ അവൾ വിഷമിക്കാതെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ വന്നിട്ട് അവൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ആ 1 മാസത്തെ ശമ്പളം കൊടുക്കുകയാണ്. അത് അലീന വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ട് യാത്ര പറയണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് പറയുമ്പോൾ എങ്ങനെ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് സ്റ്റാൻഡ് വരെ പോയിട്ട് അവിടുന്ന് ബസ്സിന് പോയിട്ട് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ പോകുന്നത് എന്ന് പറയണേ. അപ്പോൾ ഞാൻ കൊണ്ടുവിടാൻ വേണമെങ്കിൽ സ്റ്റാൻഡിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാലചന്ദ്രൻ എന്തിനാ അതിനൊക്കെ മെനക്കെടാൻ നിൽക്കുന്നത്, അവൾക്ക് പോകാനറിയാമല്ലോ, പിന്നെ ബാലചന്ദ്രൻ അതിന് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ വൈജയന്തി പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട സാർ ഞാൻ പൊക്കോളാം, എനിക്കറിയാം, എനിക്ക് തനിച്ച് പോയിട്ട് അങ്ങനെ ശീലമൊക്കെ ഉണ്ട് എന്ന് പറയണം. നിനക്ക് അങ്ങനെ എല്ലായിടത്തും പോയി നല്ല ശീലമായിരിക്കും, കണ്ടിവിടെ നിരങ്ങി ജീവിച്ചതല്ലേ എന്നൊക്കെ ആ സമയത്തും വൈജയന്തി കുറ്റം പറയുമ്പോൾ, നീ ഒന്നും മിണ്ടാതിരിക്കുക വൈജയ്, അവൾ തന്നെ പൊക്കോളും, അവൾക്ക് അതിനുള്ള മനഃശക്തി ഉണ്ട്, അവൾ പോയിട്ട് വരട്ടെ എന്ന് പറയണം. അങ്ങനെ അലീന പോകാൻ നേരത്ത് കൃഷ്ണമോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കൃഷ്ണമോളോട് യാത്ര പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ, ചേച്ചി നാളെ എപ്പോഴാണ് വരിക, ചേച്ചി വരാതിരിക്കരുത് കേട്ടോ, വരണം കേട്ടോ, വേഗം വരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാൻ, നിന്നെപ്പോലെ ഒരു അനിയത്തിക്കുട്ടി ഉണ്ട് എനിക്ക്, ഞാൻ അവളെ കാണാനാണ് പോണത്, ഞാൻ അവളോട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു അനിയത്തിക്കുട്ടി ഉണ്ടെന്ന് ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അതുപോലെ ബബിത അവിടെ നിൽക്കുമ്പോൾ ബബിതയ്ക്ക് ഒരു പുച്ഛഭാവമാണ്, ബബിത അവളെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ബബിതയെ ഒന്ന് നോക്കിയിട്ട് അവൾ ഇറങ്ങണം. രോഹിത് പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് വൈജയന്തി പുറകെ നിന്ന് വിളിക്കുന്നത്. അലീന ഒന്ന് നിന്നേ എന്ന് പറയണം. എന്താ മാഡം എന്ന് ചോദിച്ച് തിരിയുമ്പോൾ, നീ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ബാലചന്ദ്രനെ ഒന്ന് തല തിരിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, എന്ത് മര്യാദകേടാണ് ചോദിക്കുന്നത്, ഞാൻ എന്ത് മര്യാദകേടാണ് കാണിച്ചത്, എന്ത് മര്യാദകേടാണ് ചോദിച്ചതെന്ന് വൈജയന്തി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ, ഞാൻ ഇന്ന് ലീവല്ലേ മാഡം, ഞാൻ ഇന്ന് ലീവാണ്, അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് എല്ലാ ജോലിയും തീർത്തിട്ടാണോ പോകുന്നതെന്ന് മാഡം ചോദിക്കുന്നത് തന്നെ മര്യാദകേടല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന.
അപ്പോൾ വൈജയന്തിയുടെ വായടഞ്ഞു പോകട്ടെ, അതിന് ഉത്തരം കിട്ടുന്നില്ല. ബാലചന്ദ്രൻ ആ സമയത്തൊന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം വിഷമിക്കേണ്ട, ഞാൻ ഇന്ന് ലീവാണെങ്കിലും ഇന്നത്തെ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. രാവിലത്തേക്കുള്ള എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ലഞ്ചും ഡിന്നറിനേക്കുള്ള സാധനങ്ങൾ വരെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡിന്നറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനേ ഉണ്ടാവുള്ളൂ, ബാക്കി ലഞ്ച് എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിന്നർ മാത്രമേ മാഡത്തിന് ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടാവുള്ളൂ, അതിനേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയണേ. നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് മാഡം വിഷമിക്കേണ്ട. പിന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ഭക്ഷണം എടുത്ത് കൊടുത്താൽ മതി, മരുന്നും എടുത്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. മുത്തശ്ശി ഞാൻ ഇന്ന് കുളിപ്പിക്കുകയും റെഡിയാക്കി വൃത്തിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്, നാളത്തെ കാര്യം മാത്രം മാഡം നോക്കിയാൽ മതി. എന്നിട്ട് നാളെ നീ എപ്പോൾ വരാനാ, രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തില്ലേന്ന് ചോദിക്കണം. ഞാൻ 2 ദിവസത്തെ ലീവല്ല മാഡം ചോദിച്ചത്, അപ്പോൾ ഇന്നും നാളെ ഞാൻ ലീവാണ്, ഞാൻ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തുള്ളൂ എന്ന് അലീന പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി സംസാരിച്ച് നിൽക്കാതെ നീ പോവാൻ നോക്കുക അലീന എന്ന് പറയാണ്. അങ്ങനെ അലീന പോവാനായിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ വൈജയന്തി ബാലചന്ദ്രൻ എന്തിനാ അവളോട് ഇങ്ങനെ സപ്പോർട്ട് കാണിക്കുകയെന്ന് ചോദിച്ച് തിരിയുന്ന സമയത്ത് അലീന വീണ്ടും വന്നിട്ട് മാഡം ഒന്ന് വിളിക്കുന്നതിന് കേട്ടോ. എന്നിട്ട് എന്താണെന്ന് ചോദിച്ച് വൈജയന്തി ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലചന്ദ്രനും എന്തോ പോലെ തോന്നുകയാണ്. വൈജയന്തിയും ഇവളെന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം മാഡം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് യാത്രയാവട്ടെ. അങ്ങനെ അലീന ചിരിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് രേവതിക്കുട്ടിയെ കാണാനായിട്ട്. അപ്പോൾ അലീനയുടെ ആ സംസാരം വൈജയന്തിയെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ അവളെ വഴക്ക് പറഞ്ഞിട്ടും ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവൾ എല്ലാ ജോലിയും ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, പോകാൻ നേരത്ത് വീണ്ടും വിളിച്ചിട്ട് പോയിട്ട് വരട്ടെ എന്നുള്ള അനുവാദം ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വൈജയന്തിയിൽ എന്തോ ഒരു എന്താ ഇങ്ങനെയെന്നുള്ളൊരു ചിന്ത, ഒരു അന്തം വിട്ടിങ്ങനെ നിൽക്കുന്ന രീതിയിൽ അമ്പരപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അലീന അങ്ങനെ രേവതിക്കുട്ടിയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ.